ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 1002 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 10 തിരുവചനമാണ്. നിന്റെ അനുജന്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ എഴുതിയ കവിതയാണ് ദ വിറ്റ്നസസ്, സാക്ഷികൾ. മുങ്ങിയ ഒരു അടിമക്കപ്പലിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ചങ്ങലയിട്ട അസ്ഥികൂടങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ട് അടിമത്തത്തിൻ്റെ ഇരകളെക്കുറിച്ച് വിലപിക്കുകയാണ് കവി. അവസാന ഖണ്ഡിക ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ഇത് അടിമകളുടെ വിലാപമാണ്. അവർ അഗാധത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നു, അവർ അജ്ഞാത ശവക്കുഴികളിൽ നിന്നുകൊണ്ട് കരയുന്നു. നാം ആണ് സാക്ഷികൾ. എല്ലാത്തിനും ഒരു സാക്ഷിയുണ്ട്. കയീൻ ഹാബേലിനെ കൊന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ അവൻ നടിച്ചു. ദൈവം അവനോട് ചോദിച്ചപ്പോൾ വളരെ സിമ്പിളായി അവൻ മറുപടിയും കൊടുത്തു: ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരൻ. ദൈവം അവനോട് പറഞ്ഞു: എന്നാൽ നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. കയീൻ്റെ പേരും ഹാബേലിൻ്റെ പേരും നിലനിൽക്കുന്നു, തികച്ചും വിപരീതമായ നിലകളിൽ. നാം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു? നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക. നമ്മുടെ പ്രവൃത്തികൾക്കൊക്കേക്കും ഒരു സാക്ഷിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്, ദൈവം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട സമയമായി. നമുക്ക് ഒരുക്കമുള്ളവരായി ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.